ഹായ് ഗൈസ്, ഞാൻ അധീന, നിങ്ങളുടെ AA ഫാക്കൽറ്റി അറ്റ് ഡ്രീം ലെക്ചർ. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 2026 മോക്ക് ഡീബ്രീഫിംഗ് ആണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നിങ്ങൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, എസ്പെഷ്യലി നമുക്കറിയാം AA പേപ്പറിന് 2 സെക്ഷൻസ് ആണുള്ളത്, സെക്ഷൻ എ ആൻഡ് ബി. ആൻഡ് ബി നിങ്ങൾ എഴുതി സ്കോർ ചെയ്യേണ്ട ഏരിയ ആണ്. അപ്പം നിങ്ങൾക്ക് AA പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ടൈം എപ്പോഴും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് വായിക്കേണ്ടത് എന്താണ് റിക്വയർമെന്റ് എന്നുള്ളതാണ്. റിക്വയർമെന്റ് ആദ്യം വായിക്കുക, പിന്നെ സിനാരിയോ വായിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ റിക്വയർമെന്റിൽ describe the responsibilities of Black & Co. in relation to ISA 250 consideration of laws and regulations in an audit of financial statement. And notes നിങ്ങൾക്ക് വായിക്കാം, you do not need to refer the scenario to answer this requirement. ഇപ്പം നിങ്ങൾ സെക്ഷൻ ബി ആണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്, അപ്പം ആ ഒരു എക്സാം ചെയ്യുന്ന സമയത്ത് ആ ടെൻഷനിൽ ചിലപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കാണ്ട് ഫുൾ സിനാരിയോ ഫസ്റ്റ് ഗോയിൽ തന്നെ വായിക്കും. ഈ റിക്വയർമെന്റിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു 2-3 മിനിറ്റ് ഇവിടെ വെറുതെ സ്പെൻഡ് ചെയ്യുക. അപ്പം ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് റിക്വയർമെന്റ് നോക്കുക, അത് വായിക്കുക, എന്നിട്ട് സിനാരിയോ ഫോക്കസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അകത്ത് സിനാരിയോ വേണ്ടാത്ത ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ Black & Co. ആരാന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് സെക്ഷൻ വായിക്കാം, അതായത് ഇറ്റ് ഈസ് 1st July 2005. അപ്പം അത് ഹൈലൈറ്റ് ചെയ്യുക. ഇന്നത്തെ ഡേറ്റ് എപ്പോഴാണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിടുക എക്സാമിൻ്റെ സമയത്ത്. കാരണം പിന്നീട് വന്ന് അത് എവിടെയായിരുന്നു എന്ന് നോക്കേണ്ടുള്ള സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക. കാരണം ടൈം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഈ ഡേറ്റ്സ് ആണെങ്കിലും ഇയർ എൻഡ് ഡേറ്റ്സ് ആണെങ്കിലും അതൊക്കെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിടുക. അപ്പം യു ആർ എൻ ഓഡിറ്റ് സൂപ്പർവൈസർ വിത്ത് Black & Co. നമ്മൾ അവിടുത്തെ ഒരു ഓഡിറ്റ് സൂപ്പർവൈസർ ആണ്, which has acted as an auditor of Gomes Co. for the past 3 years, and you are planning your audit for the year ended 30th September XY. അപ്പം നമുക്ക് ഇയർ എൻഡ് എപ്പോഴാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് Gomes Co. is an online training company offering a variety of courses through its online platforms. You have provided with the following planning notes from the audit engagement partner following her meeting with the finance director. ഇപ്പം ഈ സിനാരിയോയിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, അപ്പം നമുക്ക് ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ അടുക്ക Black & Co. അതായത് നമ്മൾ അവരുടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ഓഡിറ്റ് സൂപ്പർവൈസർ ആണ്. അപ്പം ഈ ഓഡിറ്ററിന്റെ അപ്പം ഇവർ പറഞ്ഞു വരുമ്പോൾ ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇവര് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ISA 250 കൺസിഡറേഷൻ ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മൾ Black & Co. അതായത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്കറിയാം. മെയിൻ ആയിട്ട് അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിപ്പം 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കറക്റ്റ് 4 പോയിന്റ്സ് എഴുതിയാൽ മതി. കാരണം എസ്പെഷ്യലി AA എല്ലാ പേപ്പറിനും ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും. എസ്പെഷ്യലി AA പോലത്തെ ഒരു പേപ്പറിന് ടൈം എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. അപ്പം എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അത്രയും മാർക്കിനുള്ള പോയിന്റ്സ് മാത്രം കൊടുക്കുക. ഓക്കെ, ഇത് 4 മാർക്സിനാണ്. അപ്പം നിങ്ങൾ 4 പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്കറിയാം ഓഡിറ്ററിന്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താ, ഓഡിറ്റർ ആണ് ഒരു ഓഡിറ്റ് ഒപ്പീനിയൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആ ഓഡിറ്റ് ഒപ്പീനിയൻ ആണ് യൂസേഴ്സ് ഓഫ് ദി റിപ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അത് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ആസ് എൻ ഓഡിറ്റർ നമുക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാണാപ്പാഠം അറിഞ്ഞിരിക്കണം എന്നില്ല, എല്ലാ ഡീറ്റെയിൽസും ഇതാവണമെന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും, അതായത് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ അത് ആ കമ്പനീസിന് ചിലപ്പോൾ ഫൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിന് റിസൾട്ട് ചെയ്യും. പിന്നെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത് ചെയ്യുമ്പോൾ നോക്കേണ്ടത്, ഇതൊക്കെയാണ് ഓഡിറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇത് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡയറക്റ്റ് തിയറി ആകുമ്പോൾ ഡയറക്റ്റ് 4 പോയിന്റ്സ് എഴുതുക, നേരെ അടുത്തതിലേക്ക് പോവുക.
കൂടുതൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന് ടൈം സ്പെൻഡ് ചെയ്യരുത്. അറിയത്തില്ലെങ്കിൽ നേരെ ഫ്ലാഗ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്കിതിന്റെ ആൻസർ നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇത് സ്ട്രേറ്റ് ഫോർവേഡ് നോളജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത്, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ പോയിന്റ്സ് ഇവർ തന്നിരിക്കുന്നതാണ്. നിങ്ങൾ ആ മാർക്കിനുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത്രയും പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് 4 പോയിന്റ് മതി നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടാൻ. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഏറ്റവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് അത് വൃത്തിക്ക് എഴുതുക. എന്നിട്ട് ഇപ്പം എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിന് എക്സ്ട്രാ ഒരു പോയിന്റ് ആഡ് ചെയ്തോ, ബട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യരുത്, എസ്പെഷ്യലി ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസിലോട്ട്. കാരണം വേറെ ബാക്കി വരും, നിങ്ങൾ സിനാരി ആയിട്ട് ലിങ്ക് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം അവിടെ നിങ്ങൾക്ക് ടൈം വേണം. അപ്പം ആ ടൈം നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന് സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. The auditor's primary duty is to give their opinion on whether the financial statements are presented fairly in all material respects. രണ്ടാമത്തെ എന്താ, some laws and regulations, for example tax laws, have direct effect on the figures in the financial statements, meaning the auditor needs to understand how these laws apply to each company so that they can plan the procedures to test compliance. അതായത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് പ്ലാനിങ് സ്റ്റേജ് ഡിസൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ റെഗുലേഷൻസിനെ പറ്റി അതെങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എഫക്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വേണം. പിന്നെ പറഞ്ഞതാണ് a very serious breach could cause fine so large or even a threat to removal of company's license, meaning a significant threat to going concern could exist, leading to the need for disclosure note in the financial statement explaining that threat. അതാണ് അതിന് മുമ്പത്തെ പോയിന്റ് സ്കിപ്പ് പോയത്. An auditor cannot be expected to understand all laws and regulations impacting the client. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, but a breach could indirectly affect the financial statement in terms of material provisions required for the fines. അപ്പം അത് കഴിഞ്ഞപ്പം നമുക്കെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്നില്ല, ബട്ട് അങ്ങനത്തെ ഒരു ബ്രീച്ച് വന്നാൽ അത് പൊട്ടൻഷ്യൽ ഫൈൻസിന് റിസൾട്ട് ചെയ്യും. അപ്പം അതിലേക്ക് ചിലപ്പം ഗോയിങ് കൺസേണിനെ വരെ എഫക്ട് ചെയ്തെന്ന് വരാം. നമ്മൾ ആസ് എൻ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് the auditor should maintain professional skepticism in order to remain alert to the situation and indicators that breaches have taken place. നമുക്കറിയാം, നമ്മൾ ആസ് എൻ ഓഡിറ്റർ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. എന്നാലേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രീച്ച് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ if breaches are discovered, the auditor should consider their significance and any potential corrections needed to the financial statement. അതായത് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എത്രത്തോളം ബാധിക്കും എന്ന് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ആൻഡ് അതിന് എന്തൊക്കെ കറക്ഷൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതും അത് നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the auditor should report the significant breaches to the management and those charged with governance and consider the potential need to report to the external regulators. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ അവരെ ബാധിക്കുന്ന ആരാണെങ്കിൽ അവരെ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഓഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടി റിലേറ്റിംഗ് ടു ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു 6-7 പോയിന്റ് വരെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ വെറും 4 പോയിന്റ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ആ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അധികം ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എനിക്ക് തോന്നുന്നു 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെറ്റ്. അപ്പം അടുത്തത് 16 മാർക്സിന്റെ ഓഡിറ്റ് റിസ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. ഡിസ്ക്രൈബ് 8 ഓഡിറ്റ് റിസ്ക്. എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 8. അപ്പം 8 മാത്രം എഴുതുക. ഇനി നിങ്ങൾക്ക് ഭയങ്കര റിസ്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, അതായത് നിങ്ങളുടെ മനസ്സിൽ ഇതത്ര പ്രോപ്പർ അല്ല അല്ലെങ്കിൽ തട്ടിക്കൂട്ട് ഇതിലിട്ട പോലെ തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം അഡീഷണൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് എഴുതണമെങ്കിൽ എഴുതിക്കോ. ബട്ട് അതിൽ കൂടുതൽ മാക്സിമം 9. കാരണം നിങ്ങൾക്ക് ഇനി മാർക്ക് കിട്ടില്ല. നിങ്ങൾ 10-20 ഒന്ന് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ 11 8 ചോദിച്ചിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടത്തില്ല. വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുമായിരിക്കും. അതും AA എന്ന് പറഞ്ഞൊരു പേപ്പറിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പ്ലീസ് അത് ശ്രദ്ധിക്കുക എപ്പോഴാണെങ്കിലും.
നമ്മുടെ അടുത്ത് 8 audit risk and explain the auditor's response to each risk in the planning the audit of Bhumiscope. അപ്പം നമ്മൾ ഓഡിറ്റ് റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യണം ആൻഡ് ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. അപ്പം 16 മാർക്കിനാണ് 8 ഓഡിറ്റ് റിസ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 റെസ്പോൺസസും ഉണ്ടാവും. അപ്പോൾ 1 മാർക്ക് ഈച്ച്. ഓഡിറ്റ് റിസ്കിന് 1 മാർക്ക്, ഓഡിറ്റ് റെസ്പോൺസിന് 1 മാർക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 16 മാർക്സ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പം ഇനി വരുമ്പം നിങ്ങൾ സിനാരിയോ, ഇനിയിപ്പം ഓഡിറ്റ് റിസ്ക് ആണ്, നമ്മൾ എന്തായാലും സിനാരിയോ ഫുള്ള് വായിച്ചു നോക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സിനാരിയോ വായിച്ച് പോകുമ്പം ഹൈലൈറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ചിലപ്പം അപ്പം തന്നെ പിക്ക് ഔട്ട് ചെയ്ത് എഴുതേണ്ട ഒരു ടെൻഡൻസി തോന്നും. അതായത് നിങ്ങൾ ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ ഇവിടെ ഒരു റിസ്ക് ഉണ്ട്, ഓക്കെ, നിങ്ങൾ അത് അങ്ങനെ പിക്ക് ഔട്ട് ചെയ്ത് എഴുതി. രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്തു, അത് പിക്ക് ഔട്ട് ചെയ്തത്. പക്ഷെ രണ്ടാമത് വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു റിസ്ക് ഉണ്ടെന്ന്, ബട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ അറിയത്തില്ല. സിനാരിയോട്ട് ലിങ്ക് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഓഡിറ്റർ അതിന്റെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിക്ക് ഔട്ട് എഴുതി പോകുമ്പോഴത്തേക്കും പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ താഴത്തേക്ക് നല്ല പോയിന്റ്സ് കിട്ടും, ബട്ട് ഓൾറെഡി നിങ്ങൾ 8 ഫില്ലായി. അപ്പൊ വീണ്ടും നിങ്ങളുടെ ടൈം പോകുമ്പോൾ ഇത് മാറ്റണോ, ഇത് കളയണോ, ഡി പോയിന്റ് എടുത്ത് എഴുതണോ എന്നുള്ളൊരു തോട്ട് വരും. അപ്പം ഏറ്റവും ബെസ്റ്റ് സിനാരിയോ വായിച്ചു പോകുമ്പോഴത്തേക്കും ഈ റിസ്ക് ആയിട്ട് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്തിടുക. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 8 ചോദിച്ചാൽ 9, 10 നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ പറ്റുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സിനാരിയോട്ട് ലിങ്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ടേക്കിംഗ് സോ മച്ച് ഓഫ് ടൈം. ഓക്കെ, കാരണം എന്തായാലും നിങ്ങൾ ഈ സിനാരിയോ മൊത്തം വായിക്കും, അത് ഉറപ്പാണ്, നമ്മൾ വായിക്കണം. അപ്പൊ ഹൈലൈറ്റ് ചെയ്ത് പോയാൽ അതിൻ്റെ അകത്തുള്ള ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. During the year, the company has spent heavily on research and developing several new online courses. R&Dയിൽ അവർ നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. This is the first time the company has done any R&D, and the finance director has confirmed that all the research and development work is likely to be successful, and so he is intended to capitalize all of the R&D expenditure expected to total up to 1 million by the year end as intangible asset. അവിടെ തന്നെ നമുക്ക് കിട്ടിയില്ലേ ഹൈലൈറ്റ് ചെയ്യാനുള്ളത്? ഈ ഒരു പാര ഫുള്ള് ഇത്രയും ഹൈലൈറ്റ് ചെയ്തിടാൻ പറ്റും. കാരണം ഇവിടെ എന്താ ഇഷ്യൂ? ഒന്നാമത് ഇവര് ഫസ്റ്റ് ടൈം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നത്. അപ്പം ഇവർക്കത് കറക്റ്റായിട്ട് അതെങ്ങനെയാണ് അക്യുറേറ്റ്ലി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കേണ്ടത് അറിയാമോ എന്നുള്ളൊരു ഇഷ്യൂ വരാം. കാരണം ഇവർ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫൈനാൻസ് ഡയറക്ടർ പറയുകയും ചെയ്തു, അതായത് ഫുൾ അവർ എക്സ്പെൻസ് ക്യാപിറ്റലൈസ് ആ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം, നമുക്ക് റിസർച്ച് നമ്മൾ ക്യാപിറ്റലൈസ് അല്ല എക്സ്പെൻസ് ആണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇതൊരു ഹോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു റിസ്ക് വന്നു. പിന്നെ രണ്ടാമത്തത് ഡെവലപ്മെന്റ് കോസ്റ്റും നമുക്കറിയാം, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അപ്പം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയും അത് റോങ്ഫുള്ളി ക്യാപിറ്റലൈസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റും അണ്ടർ സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും. അപ്പൊ അവിടെ നിങ്ങളൊരു ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്തില്ലേ, ഹൈലൈറ്റ് ചെയ്തിടാം. അടുത്ത പോയിന്റ് വായിക്കാം. പിന്നെ ടു ഹെൽപ്പ് ഫണ്ട് ദിസ് research and development expenditure, the company took out 1.4 million loan in February 2005 at an interest rate of 7% per annum. The loan is being repaid in quarterly installments that started in May and will end in February X9. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ലോൺ എടുത്തു വലിയ വിഷയമൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്കറിയാം ഇയർ എൻഡ് 30 സെപ്റ്റംബർ ആണ്. ഓക്കെ, അപ്പം ഈ ലോൺ ഇവരെടുത്തിരിക്കുന്നത് ഫെബ്രുവരിയിലാണ്, അതായത് പകുതിക്ക് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ലോൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആ കട്ട് ഓഫ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ പീരീഡ് എടുത്തിരിക്കുന്ന കറക്റ്റാണോ അങ്ങനത്തെ ഇഷ്യൂസ് വരാം. അപ്പം അവിടെ ഒരു ഓഡിറ്റ് റിസ്ക് ഉണ്ട്. കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ടാണോ വാല്യൂ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇഷ്യൂസ് വരാം. കാരണം മിഡ് ഇയർ വെച്ചിട്ടാണ് അവർ ഈ ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാം. അപ്പം നിങ്ങൾക്ക് അതും ഹൈലൈറ്റ് ചെയ്താൽ ഇടാൻ പറ്റും.
പിന്നെ ക്വാർട്ടർലി ബേസിസ്, അപ്പം അതും കുറച്ച് ട്രിക്കിയാണ് റീപേയ്മെന്റ് വരുമ്പോഴത്തേക്കും. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ വരാം, ഹൈലൈറ്റ് ചെയ്തിടുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. സെക്കൻഡ് പോയിന്റ് എക്സ്പ്ലനേഷൻ അത്ര ഇതില്ല, കുഴപ്പമില്ല. ഇനി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ പോയിന്റ്സ് കിട്ടും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് സ്കിപ്പേ ചെയ്യാം, കാരണം നമ്മുടെ അടുത്ത് 8 പോയിന്റ് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 8 പോയിന്റ് എടുത്തെഴുതാം, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത നോക്കാം. When customer wants to book onto the online courses that Gomasco offers, they do so through a company's website and are required to pay in full when booking. All courses bookings allow the customers 6 months of access to the course resources starting from the date of the booking is made. The booking site is integrated with the accounting software, so all incomes from the booking is credited to revenue as soon as the booking has been made. ഇവിടെ എന്താ ഇഷ്യൂ? ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പം ആ കസ്റ്റമേഴ്സിന് 6 മന്ത്സിന്റെ ആക്സസ് ഉണ്ട്. അപ്പൊ അവർ ഈ കോഴ്സ് പെർച്ചേസ് ചെയ്യുമ്പം ഈ റവന്യൂ അവർ ആ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻകം ആയിട്ട് രജിസ്റ്റർ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്കറിയാം, പെർഫോമൻസ് അപ്ലിക്കേഷൻ മീറ്റ് ചെയ്യണ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിലുള്ളത്. അപ്പം ഇവിടെ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അവരുടെ ആ ഒരു ടൈം പീരീഡ് 6 മന്ത്സ് ആണ്. അപ്പം ഇവര് പക്ഷെ റവന്യൂ ഫസ്റ്റിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പം അവിടെ ഒരു റിസ്ക് ഇല്ലേ, റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കൂലേ, അപ്പൊ അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്തിടാം. അതിന് മൊത്തം ഇതിലേക്ക് അവസാനത്തെ ഈ പോയിന്റ് ഹൈലൈറ്റ്, അതായത് റവന്യൂ അപ്പൊ തന്നെ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ റവന്യൂയുടെ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, നമ്മൾ ഓവർ ദി പീരീഡ് ഓഫ് ടൈം ആണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഒരു ഓഡിറ്റ് റിസ്ക് ആണ്. ഇനി അടുത്തത്, in March 2005, company sales staff were informed that from 30th September, അതായത് ഇയർ എൻഡ്, they would be receiving bonus based on overall company sales revenue for the year. ഇത് നമ്മളെപ്പോഴും സ്ഥിരം കണ്ടുവരുന്ന ഒരു സിനാരിയോയിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ബോണസ് വരുമ്പോൾ ഉള്ള ഇഷ്യൂ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാ. കാരണം ബോണസിനെ ബേസ് ചെയ്തപ്പം നിങ്ങൾ എത്ര സെയിൽസ് നടത്തി അതിനെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബോണസ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ സെയിൽസ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ആ സെയിൽസ് നടത്തുന്നത്. അപ്പൊ ചിലപ്പം അവർ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കും, ഇത്ര സെയിൽ നടന്നിട്ടുണ്ട്, അവർക്ക് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പം അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൻഡ് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പം നിങ്ങൾ ചിലപ്പം ഈ പോയിന്റ് ഒക്കെ ക്വസ്റ്റ്യന്റെ ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യത്തേതുള്ളത് പിക്ക് ഔട്ട് ചെയ്ത് എഴുതി പോകുമ്പോൾ സുഖമായിട്ട് മാർക്ക് കിട്ടുന്ന പോയിന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫുൾ സിനാരിയോ വായിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വിടാം, ബെസ്റ്റ് ആയിട്ടുള്ളത് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്തത്, in June 2005, the directors of Gomasco received a letter from a legal firm acting for a competitor online training company claiming that the Gomasco courses have illegally copied their course content and claims a damage of 800,000. അപ്പം ഒരു ലീഗൽ ക്ലെയിം വന്നിട്ടുണ്ട്. The directors of Gomasco believe they are likely to suffer a reputation damage if the claim continues, so are considering trying to settle with the rival company before it reaches the court. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരു ലീഗൽ ക്ലെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ അമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നുണ്ട് പുറത്തു വന്ന അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പൊ അവരെന്തായാലും സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശം. അപ്പം ഒരു പ്രോബബിൾ ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പ്രൊവിഷൻ കീപ്പ് ചെയ്യണം. അപ്പം ഇവർ ആ പ്രൊവിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം ഇവർ പറയുന്നുണ്ട് ഇത് പുറത്ത് വന്നാൽ അല്ലെങ്കിൽ ഇത് അറിഞ്ഞാൽ ഇവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു. അപ്പൊ ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലീഗൽ ക്ലെയിം അവർ കാണിക്കാൻ തന്നെ താല്പര്യപ്പെടണം എന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇവർ പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രൊവിഷൻസ് ഉണ്ടാവില്ല. അപ്പം അതൊരു ഓഡിറ്റ് റിസ്ക് ആണ്. അപ്പം അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഡാമേജസ് ഉണ്ട്, ഹൈലൈറ്റ് ചെയ്യാം. അടുത്തത്, the directors of Gomasco own all the shares of the company between them, and they are hoping to list the company on stock exchange
Within the next 2 years, to improve corporate governance, the board has established a new internal audit department on 1st October X4. കഴിഞ്ഞ വർഷം അപ്പം internal audit staff have been testing the internal controls of the company throughout the accounting year. The audit engagement partner is keen to rely on these test results when performing the audit of the company's financial statements. അപ്പം എന്താ അവിടെ കുഴപ്പം? അവരൊരു ഇന്റേണൽ ഇത് വെക്കുന്നതിനൊന്നും വിഷയമില്ല. പക്ഷെ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ട്ണർ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ എന്ത് വരും? അവിടെ ഡിറ്റക്ഷൻ റിസ്കിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുമ്പം നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതൊന്നും കൂടെ ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ അവരുടെ വർക്ക് റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ആ പോർഷൻസ് പിന്നെ ഓഡിറ്റ് നമ്മുടെ രീതിയിലുള്ള വർക്ക് ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അവിടെ നമുക്ക് ചിലപ്പോൾ ചില മിസ്റ്റേക്സ് അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അവരുടെ വർക്ക് റിലേ ചെയ്യുമ്പോൾ ചിലപ്പം അവർ ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്ന വർക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യണം എന്ന് പോലും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ഡിറ്റക്ഷൻ റിസ്കിന്റെ ഇഷ്യൂ വരും. ഇനി അടുത്തത്, Womasco owns studio equipment which was purchased 2 years ago, and until now it has been depreciated using 3-year straight line method. The finance director has informed the audit engagement partner that for this year the useful lives of existing equipments are being extended to 6 years because the equipment is lasting longer than expected. So the depreciation charges on these assets have fallen this year as a result. അപ്പം നമുക്ക് യൂസ്ഫുൾ ലൈഫ് അസറ്റ്സിന്റെ കൂടുന്നതിനും കുറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 2 ഇയേഴ്സ് മുമ്പ് 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ഇയേഴ്സ് ആയിട്ട് കൂട്ടി. ഇവിടെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കുറയുകയും ചാർജസ് കുറയും. അപ്പം ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഇനി സ്റ്റോക്കിൽ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പം ചാൻസ് ഉണ്ട് ഇവരുടെ റവന്യൂ അല്ലെങ്കിൽ അവര് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാന്ന് കാണിക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഈ യൂസ്ഫുൾ ലൈഫ് കൂട്ടി കാണിച്ചിട്ട് ഇത് കുറയ്ക്കുന്നതാണ്. കാരണം യൂസ്ഫുൾ ലൈഫ് നമ്മൾ എല്ലാ കൊല്ലവും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയില് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ എടുത്തിരിക്കുന്ന ഇപ്പം അത് 6 ആയെന്ന് പറഞ്ഞത് അത് അവർ എന്തിന്റെ ബേസിസിലാണ് അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ ഫോം ചെയ്തതെന്ന് നമുക്ക് മാനേജ്മെന്റിനോടൊക്കെ ചോദിക്കാം. ആൻഡ് അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഡിപ്രീസിയേഷന്റെ. ഓക്കെ, അപ്പൊ അതൊരു ഓഡിറ്റ് റിസ്ക് ആണ്. അടുത്തത്, the company payroll was outsourced to a specialist payroll provider in March. Existing payroll data was copied into a portable hard drive at the end of February and payroll processed and delivered by hand to the new payroll provider's office. ഇവിടെ എന്താ ഇഷ്യൂ? പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇവര് ഔട്ട്സോഴ്സ് ചെയ്യുവാണ്. ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഇൻഫർമേഷൻസ് കിട്ടാൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അവരിത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ആ ഔട്ട്സോഴ്സ് ചെയ്ത ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യണം ഇതിന്റെ ഇൻഫർമേഷൻസും ഡാറ്റേഴ്സും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ചിലപ്പം ഡിറ്റക്ഷൻ റിസ്ക് വരാം. കാരണം നമുക്ക് അതിനകത്തുള്ള ത്രെഡ് ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് വരാം. പിന്നെ ഇവർ ഈ പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ് അങ്ങനത്തെ വേ ഓഫ് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ത്രെട്ട് വരാം. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പേറോളിന്റെ ഇൻഫർമേഷൻസ് ലീക്ക് ആവാനോ ബ്രീച്ച് ആവാനോ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് അവിടെ. നമുക്ക് ആ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിടാം. നമുക്ക് എല്ലാ ഇതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടുന്നുണ്ട്, എല്ലാ പാരഗ്രാഫിൽ നിന്നും. അടുത്തത്, in May, the company's website and online training platform failed, leaving both the system completely unavailable for 2 weeks. Okay, no courses could be sold or accessed during this period. To maintain customer satisfaction, all customers were granted an extra month of access for their existing courses, which satisfied all the complaints. The finance director estimated that company resulting losses and additional cost at 250,000 ആണ് അവർ എസ്റ്റിമേറ്റ് ചെയ്തത്.
and submitted an insurance claim for this amount in June 2005. The insurance company has indicated that it will take 4 months to investigate and reach a decision. The financial statements include a current asset of 250,000 in respect of this claim. ഇതിൻ്റെ അകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസിന്റെ കാര്യമാണ്. അതായത് ഇവര് ഈ ഇൻഷുറൻസ് ക്ലെയിം എന്തായിട്ടാ കറണ്ട് അസറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വെറുതെ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അങ്ങനെ കറണ്ട് അസറ്റ് കാണിക്കണമെങ്കിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഇവർ ഒരു രീതിയിലും പറയുന്നില്ല അതായത് ഇൻഷുറൻസ് പൈസ കിട്ടും എന്നുള്ളത്. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും ഇല്ല. ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് അത് ടൈം എടുക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന് മുമ്പ് തന്നെ ഇവർ കറണ്ട് അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു ഇഷ്യൂ. വേറൊരു ഇഷ്യൂ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ വെബ്സൈറ്റ്സ് ഫെയിൽഡ് ആയിരുന്നു എന്ന് പറയുന്നില്ല. ഈ ഫെയിൽഡ് ആയ സമയത്ത് റവന്യൂല് ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് വരാം. അതായത് ഈ ഫെയിലായ സമയത്ത് നമുക്കറിയാം ഈ കമ്പനി വെബ്സൈറ്റ് വഴിയാ കോഴ്സസ് ബുക്ക് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു. അങ്ങനത്തെ കേസിൽ ഈ ഫെയിലായ സമയത്ത് എന്തെങ്കിലുമൊക്കെ റവന്യൂ റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിലോ, അതായത് കൂടുതൽ ഡബിൾ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചില റവന്യൂസ് റെക്കോർഡ് ആയിട്ടില്ല, അങ്ങനത്തെ ഇഷ്യൂസ് വരാം. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ വരാം. ആ ഒരു പോയിന്റും കൂടെ അവിടെ ഉണ്ട്. പിന്നെന്താ, പിന്നെ അടുത്ത പോയിന്റ്, അടുത്ത ഇതെന്ന് പറയുന്നത് preliminary analytical procedures performed by the audit team show that so far in the current accounting year the gross profit margin has increased from 38 to 51%, but the operating profit margin has fallen from 12 to 8%. അവിടെ തന്നെ അറിയാം നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടിയിട്ടുണ്ട്, ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറവാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ, അവിടെ അവര് റവന്യൂ അല്ലെങ്കിൽ അസറ്റ്സ് ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, ലയബിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെൻസ് അണ്ടർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഇവർ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ അവരത് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അത് ലുക്ക് ഇൻ ടു ചെയ്യണം. ലൈക്ക് എന്തുകൊണ്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇത്ര ഇൻക്രീസും ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇത്ര ഒരു ഫോള് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ എത്ര പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു? 1 2 3 4 5 6 7 8 9 10 11 പോയിന്റ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിനകത്ത് വെറും 8 പോയിന്റ് മതി നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ചിലപ്പം ഓക്കെ ഇൻഷുറൻസിന്റെ കറക്റ്റ് ആയിട്ട് എഴുതാം, അതിലെന്തായാലും മാർക്ക് കിട്ടും പറയാം. പിന്നെ ഈ പേറോളിന്റെ എഴുതാൻ മാർക്ക് കിട്ടും, ഈ ക്ലെയിം ഡാമേജസിന്റെ എഴുതിയ മാർക്ക് കിട്ടും, ഈ ഫസ്റ്റ് വൺ എഴുതിയ മാർക്ക് കിട്ടും, ലോണിന്റെ എഴുതിയ മാർക്ക് കിട്ടും പറയാം. ഇതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഉദ്ദേശിച്ച രീതി വന്നില്ലെങ്കിലോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് പിക്ക് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് 8 മാത്രം എഴുതാം. വെറുതെ ഈ 11 കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം എഴുതാൻ നിൽക്കരുത്. ഓക്കെ, ജസ്റ്റ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും വൃത്തിക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന അത് പിക്ക് ഔട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ നോക്കിയാലോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആൻസേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇവര് ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും, ഫുള്ള് വായിച്ച് നോക്കുക. ബട്ട് എക്സാം സമയത്ത് ഈ ഇവരുടെ ആൻസറിൽ ഇങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഞാൻ അത്ര ഇതൊന്നുമില്ല. എത്ര മാർക്കിനാണോ ചോദിച്ചിരിക്കുന്നത്, എത്ര പോയിന്റ്സ് ആണോ ചോദിച്ചിരിക്കുന്നത്, അത് മാത്രം എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, ദർ ഇസ് എൻ ഇൻക്രീസ് റിസ്ക് ഓഫ് മാനിപ്പുലേഷൻ ഫൈനാൻഷ്യൽ ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് സ്റ്റാഫിന്റെ ബോണസ് കിട്ടുമ്പോൾ അവര് ഫേക്ക് ചെയ്യാം ലൈക്ക് സെയിൽസ് നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ദിസ് വുഡ് കോസ് റവന്യൂ ടു ബി ഓവർ സ്റ്റേറ്റ്. അവിടെ എന്താ ഓഡിറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ആ സിനാരിയോ പറയണം, അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം, ആൻഡ് അതെന്താ റിസൾട്ട് ചെയ്യുക എന്നും പറയണം. അതായത് റവന്യൂ ഓവർ സ്റ്റേറ്റ്മെന്റിലേക്ക് എന്തിനെ ബാധിക്കുക, അതെന്താ സംഭവിക്കുക, ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്താന്ന് പറയണം. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക,
ഓഡിറ്റേഴ്സ് റെസ്പോൺസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? When testing the revenue record after the sales staff has informed the new bonus, increase the sample size of the test to confirming orders are genuine to verify the occurrence. ഇത് ശരിക്കും അങ്ങനത്തെ സെയിൽസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് വലുതാക്കിയിട്ട് നമ്മൾ ഇയർ എൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് അങ്ങനെ ശരിക്കുമുള്ള സെയിൽസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത നമ്മൾ പറഞ്ഞൊരു ഓഡിറ്റ് റിസ്ക് എന്തായിരുന്നു? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് the finance director is planning to recognize all R&D expenditure incurred as asset. However, in order to recognize as an asset, it must meet all the required criteria under IAS 38 intangible asset. There is a risk that some of the new courses may not reach final development stage and hence should be expensed rather than recognized as an asset. As a result, എന്ത് സംഭവിക്കും? Intangible asset could be overstated and expense understated. Sorry. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോസ്റ്റ് ആർ റിസർച്ച് ബൈ നേച്ചർ ആൻഡ് നോട്ട് ഡെവലപ്മെന്റ് കോസ്റ്റ്, മീനിങ് ദേ ഷുഡ് ബി എക്സ്പെൻസ്ഡ്. റിസർച്ച് കോസ്റ്റ് ആണെങ്കിൽ എക്സ്പെൻസ് ചെയ്യണം, ഡെവലപ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ മാത്രം ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലേ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ പിന്നെ എന്ത് പറയും? ഫർദർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ബീങ് ഓവർസ്റ്റേറ്റഡ് ആൻഡ് എക്സ്പെൻസ് ആർ അണ്ടർസ്റ്റേറ്റഡ്. അപ്പം these risks are increased because the company has not accounted for R&D cost before. ഇത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് ഇവരിങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? Obtain a breakdown of development and expenditure for the respective invoice and other source documents and review and test in detail to ensure that only projects which meets the asset recognition criteria are included as an intangible asset within the asset register. നമ്മൾ ഇൻവോയ്സസും ബാക്കിയൊക്കെ റെഫർ ചെയ്തിട്ട് നോക്കുക, ക്രൈറ്റീരിയ മീറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനത്തെ അസറ്റ്സ് മാത്രമേ റെക്കഗ്നൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇൻവോയ്സസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക, അതായത് കോസ്റ്റ് ഏതാണ്, റിസർച്ച് ആണോ അല്ല ഡെവലപ്മെന്റ് കോസ്റ്റ് ആണോ എന്നുള്ളത്. അപ്പം റിസർച്ച് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവരും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയണം ഇത് എക്സ്പെൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്തത് എന്താ? ലോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അതായത് അത് പാർട്ട് വേയിലാണ്. ലോൺ വാസ് റിസീവ്ഡ് പാർട്ട് വേ ത്രൂ ദ ഇയർ, മീനിങ് ദ കമ്പനി മൈറ്റ് നോട്ട് ഹാവ് correctly accrued for the interest or lending to over or understatement of leading to over or understatement of interest expense and accruals. അതായത് പാർട്ട് വേയിൽ ആയതുകൊണ്ട് അവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും നിർബന്ധമില്ല. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ലോൺ അഗ്രിമെന്റ് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ചാർജസ്, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കാം സെയിം ആണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അടുത്തത് ദ ലോൺ ഇസ് ബീങ് പെയ്ഡ് ലൈക്ക് partly within 12 months and partly beyond that, meaning a risk the liability has not been classified properly. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈബിലിറ്റി കറക്റ്റ് ആണ്, അതായത് കറണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, നോൺ കറണ്ട് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരും. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്പ്ലിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത്. കറണ്ട് നോൺ കറണ്ട് ലൈബിലിറ്റീസ് എന്നിട്ട് ആ കമ്പയർ ചെയ്യുക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലായിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കമ്പയർ ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അടുത്തത് കസ്റ്റമേഴ്സ് റിസീവ് 6 months ഓഫ് ആക്സസ് മീനിങ് ദ റവന്യൂ ഷുഡ് ബി സ്പ്രെഡ്. ഇത് നമ്മൾ പറഞ്ഞു മറ്റേ ആക്സസ് കിട്ടുന്നത്, അതായത് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന അപ്പം തന്നെ ആയിരിക്കരുത് എന്നുള്ളത്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് അക്രോസ് ആയിരിക്കണം ടു മാച്ച് വിത്ത് ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ബീങ് സപ്ലൈഡ്. അപ്പം അത് എന്ത് സംഭവിക്കും? ദിസ് വുഡ് റിസൾട്ട് ദെയർ ഈസ് എ റിസ്ക് റവന്യൂ ഇസ് ഓവർസ്റ്റേറ്റഡ് because the revenue is all being recognized in the profit and loss to the start of the 6 months period. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓഡിറ്റ് സോഫ്റ്റ്വെയർ ടു interrogate the client's booking system to identify all course booking that remain open at the year end and recalculate the proportion of cost that should have been included in deferred income and ask the director to correct this and check their correction. അതായത് ത്രൂ ഔട്ട് നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞപ്പം നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എവിടെ ഡെഫേർഡ് ഇൻകം എത്ര കാണിക്കണ്ടേന്ന് നോക്കുക, വെച്ച് കമ്പയർ ചെയ്യുക, ആൻഡ് തെറ്റുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അടുക്ക പറയുക, എന്നിട്ട് അത് അവർ തിരുത്തിയോന്നും നോക്കുക.
ഇതാണ് നമ്മൾ ചെയ്യുക. അടുത്തത് പ്രൊവിഷൻസ് ആർ അറ്റ് റിസ്ക് ഓഫ് അണ്ടർസ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ മറ്റേ ക്ലെയിമിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ലീഗൽ ക്ലെയിം വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇവർ ലൈക്ലി സെറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് പറ്റും, പ്രൊവിഷൻസ് ആർ അറ്റ് റിസ്ക് ഓഫ് അണ്ടർസ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ദ ഡയറക്ടേഴ്സ് ആർ likely to settle the claim for the damages, meaning the payment is probable outflow ഉണ്ടാവും, requiring a provision, and they are likely to want to avoid accounting for this to hide the issue and protect company's reputation and company's performance, or might think any developments with the case are events after reporting period which is irrelevant to the financial statement. അപ്പം റിപ്പോർട്ടിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറലവന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ പ്രൊവിഷൻസ് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ എന്ത് പറ്റും, അണ്ടർസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്ടേഴ്സിനൊക്കെ പറഞ്ഞ് അണ്ടർസ്റ്റാൻഡ് ദ ലൈക്ലിഹുഡ് ടു പേ and the expected amount and inspect the correspondence with the claimant to assess the latest position. അത് നമുക്ക് നോക്കാം, നമുക്ക് ഡയറക്ടേഴ്സിൻ്റെ അടുക്ക് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസറിൻ്റെ അടുക്ക് ചോദിക്കാം എത്രയാണ്, ലൈക്ക് എത്ര ചാൻസ് പ്രോബബിൾ ആണോ എന്ന് ചോദിക്കാം, അമൗണ്ട് എത്രയാണെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ ആ ക്ലെയിം വന്ന അവരുടെ അടുക്ക് അസസ് ചെയ്യാം, അതായത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തതാണ് നമ്മൾ പറഞ്ഞത് എന്താ, ഇന്റേണൽ ഓഡിറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അവിടെ ഒരു ഡിറ്റക്ഷൻ റിസ്ക് വരും. ഓക്കെ, കാരണം എന്ത് പറ്റും, ബിക്കോസ് ദ ഇന്റേണൽ ഓഡിറ്റ് വർക്ക് മൈറ്റ് നോട്ട് ബി റിലയബിൾ ഓർ പെർഫോം ടു എ ഹൈ സ്റ്റാൻഡേർഡ് എസ്പെഷ്യലി ആസ് എൻ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ന്യൂ. അവരൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കൂടെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവരുടെ ചിലപ്പം ആ വർക്ക് അത്രത്തോളം ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പം നമ്മൾ അതിനെ മൊത്തത്തിൽ റിലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ബിഫോർ ഡിസൈഡിങ് ദ ലെവൽ ഓഫ് റിലയൻസ്, അതായത് നമ്മൾ എത്രത്തോളം അവരുടെ വർക്കിൽ റിലൈ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് കൺഫേം ദ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് റീപെർഫോം എ സാമ്പിൾ ഓഫ് ദ ടെസ്റ്റ് ടു വെരിഫൈ ദ റിസൾട്ട്സ് സീം റിലയബിൾ. അതായത് ഇപ്പം നമ്മുടെ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂലേ, ആ ക്ലാസ് നല്ലതാണ് അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക ബിഫോർ നമ്മൾ അവരെ റിലൈ ചെയ്യണതിന് മുമ്പ്, അവരുടെ വർക്ക് റിലൈ ചെയ്യണതിന് മുമ്പ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ ഔട്ട്സോഴ്സിങ്ങിന്റെ കാര്യം, അവിടെ ഡിറ്റക്ഷൻ റിസ്ക് കൂടും. എന്തുകൊണ്ട്, ഹാർഡ് ടു ഗെറ്റ് ദ ആക്സസ് ടു ദ റെക്കോർഡ്സ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേറോൾ റെക്കോർഡ്സ് ടു ദ ക്ലയന്റ് മേ increase the risk of data loss or corruption during the transfer. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഡിസ്കസ് ചെയ്യുക, ഇത് ക്ലയന്റ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുക, അതായത് നമുക്ക് ഇതിന്റെ ആക്സസ് വേണം എന്ന് പറയാം. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നെസസറി അറേഞ്ച്മെന്റ്സ് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ചെയ്യുക. പിന്നെ മറ്റേത് ഒബ്റ്റെയിൻ ഓപ്പണിംഗ് ഫിഗേഴ്സ് ഫ്രം ദ പേറോൾ പ്രൊവൈഡർ സിസ്റ്റം വെൻ ദേ ടുക്ക് ഓവർ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ ഫൈനൽ ഫിഗേഴ്സ് ഫ്രം ദ ക്ലയൻറ്റ്സ് ഓൺ സിസ്റ്റം പ്രീ ട്രാൻസ്ഫർ ടു വെരിഫൈ ദ ഫിഗേഴ്സ് മാച്ച്. അതായത് നമുക്ക് ആ എക്സ്റ്റേണൽ ഇതും പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഇവര് കമ്പനി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും, എത്രത്തോളം റിലയബിൾ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടോ, ബ്രീച്ച് വന്നിട്ടുണ്ടോ നോക്കാം. പിന്നെ അടുത്തത് ഇതേതാ, ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ the current asset appears to be overstated because there is no confirmation the insurance company will pay. ഒരു കൺഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് എന്താ, ഇവർ കറക്റ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടി ഇയർ എൻഡിൽ ഇൻസ്പെക്ട് ചെയ്യുക കറസ്പോണ്ടൻസ് വിത്ത് ഇൻഷുറൻസ് കമ്പനി ടു സീ ഇഫ് ദ പേയ്മെന്റ് ഹാസ് ബീൻ കൺഫേംഡ്. അതായത് അങ്ങനത്തെ ഒരു പേയ്മെന്റ് വരുമെന്ന് കൺഫേം ആക്കിയിട്ടുള്ള കറസ്പോണ്ടൻസ് നമ്മൾ ചെക്ക് ചെയ്യുക ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ആസ്ക് ദം ടു റിമൂവ് ഫ്രം അസറ്റ്. നമ്മൾ ആ അമൗണ്ട് അസറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ യൂസ്ഫുൾ ലൈഫ് കൂട്ടി എന്നുള്ളത്, അപ്പം ഇത് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. നമുക്കറിയാം ഉപയോഗിച്ചിട്ട് നമ്മൾ ആനുവലി ആണ് റിവ്യൂ ചെയ്യുന്നത് യൂസ്ഫുൾ ലൈഫ്. അപ്പം ഇതിൽ ശരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ചേഞ്ചിനുള്ള റീസൺ എന്താണെന്ന് നമ്മൾ നോക്കണം.
കാരണം there is a risk that the change has made purely to improve the profits. അതായത് അങ്ങനെ പ്രോഫിറ്റ്സ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? ദ മീനിങ് ദ PPE are overstated and the depreciation expense are understated. അങ്ങനെ റിസൾട്ട് ചെയ്യും. ഇതിൽ നമുക്ക് ഡിസ്കസ് ദ കറന്റ് കണ്ടീഷൻ ഓഫ് ദ സ്റ്റുഡിയോ അസറ്റ് വിത്ത് ദ സ്റ്റാഫ് who operates the studio to understand if the asset are capable of being used for longer period. യൂസ്ഫുൾ ലൈഫ് കൂടിയെന്നാണല്ലോ, അത് യൂസ് ചെയ്യുന്ന ആളുടെ ചോദിക്കുക ശരിക്കും കൂടിയത് ഇനിയും കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുക. പിന്നെ മാനേജ്മെന്റ് ആയിട്ട് ഡയറക്ടേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക ആൻഡ് ഇൻസ്പെക്ട് ബോർഡ് മിനിറ്റ്സ് റെഫർ ചെയ്യാം to verify this change has been decided and communicated to relevant staff. പിന്നെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് പറഞ്ഞായിരുന്നു. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? ഇറ്റ് ഇൻഡിക്കേറ്റ് മിസ്ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ വിത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഐറ്റംസ് wrongly included in expense, meaning the cost of sales is understated and expense overstated ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് അതിനെന്താ ചെയ്യാൻ പറ്റുക? ബ്രേക്ക് ഡൗൺ ഒബ്റ്റെയിൻ ചെയ്യുക. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും പ്രയർ ഇയർ വെച്ചിട്ട്. അതായത് എന്തെങ്കിലും അമൗണ്ട്സിൽ സ്വിച്ച് ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുക. പിന്നെ പറഞ്ഞത് കാരണം മാനേജ്മെന്റ് മൈറ്റ് സീക്ക് ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് അസറ്റ് ആൻഡ് മിനിമൈസ് എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സക്സസ് ഓഫ് ദർ പ്ലാൻ ടു ലിസ്റ്റ് ദ കമ്പനി ഇൻ നിയർ ഫ്യൂച്ചർ. ഒരു ലിസ്റ്റിങ്ങിന്റെ പ്ലാനിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഡിറ്റിംഗ് ടു ഇൻക്രീസ് ദർ ലെവൽ ഓഫ് സ്കെപ്റ്റിസിസം. ആസ് എൻ ഓഡിറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റനിങ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പ്രൊസീജിയേഴ്സ് ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ വല്ല ഓവർ സ്റ്റേറ്റ്മെന്റോ അണ്ടർ സ്റ്റേറ്റ്മെന്റോ വന്നിട്ടുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റവന്യൂവിൽ ഒരു റിസ്ക് ഉണ്ട്. കാരണം ആ ഒരു ഫെയിലിയർ വന്നപ്പോഴത്തേക്കും ചിലപ്പം ഏതെങ്കിലും റിസൾട്ടഡ് ഇൻ വാലിഡ് സെയിൽസ് ബുക്കിംഗ്സ് നോട്ട് ബീങ് റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിങ് സിസ്റ്റം ഓർ ബീങ് റെക്കോർഡഡ് ട്വൈസ്. രണ്ടവണ റെക്കോർഡായി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ റെക്കോർഡ് ആയിട്ടേ ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ റവന്യൂവിന്റെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്ത് ചെയ്യുക? നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യുക, റവന്യൂ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുക, അതായത് കറക്റ്റ് ആണ് റെക്കോർഡ്സ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. പിന്നെ റവന്യൂ പിന്നെ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ്, അതായത് ആ എക്സിസ്റ്റിംഗ് ഇത് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഫെയിലിയർ വന്നപ്പോഴത്തേക്കും സിസ്റ്റം ചിലപ്പോൾ കറപ്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ ലോസ് വന്നിട്ടുണ്ടാവും വെബ്സൈറ്റ് ഇത് ഫെയിൽ വന്നപ്പോഴത്തേക്കും. അപ്പോഴും റവന്യൂ ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ discuss the reason for outage with the directors and establish what checks they did to verify data integrity once system were back in use. അതായത് അങ്ങനത്തെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് റീസ്റ്റോർ ചെയ്തപ്പോൾ അവര് അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾസ് ആണ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് പോയിന്റ്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 11 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന 8 പോയിന്റ്സ് എഴുതിയാൽ മതി, അതിൽ കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഡിറ്റ് റിസ്കിനും വേറൊരു പോയിന്റ് മറ്റേ ഓഡിറ്റേഴ്സ് റെസ്പോൺസിനും കിട്ടും. അങ്ങനെ 2 മാർക്സ് വെച്ചിട്ട് 8 പോയിന്റ്സ് 16 മാർക്സ്. നെക്സ്റ്റ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ വായിക്കാം. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു കൺഫേം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം R&D റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ 6 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര പോയിന്റ് ചെയ്തു? 6 പോയിന്റ്. 6 പോയിന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് ഒരു ലൈൻ ഉണ്ടാവുള്ളൂ, അത് മതി. കറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പോയിന്റ്സ് എഴുതുവാണെങ്കിൽ ജസ്റ്റ് 6 പോയിന്റ്സ് നിങ്ങൾ സിംഗിൾ ലൈൻ 6 ലൈൻ എഴുതിയാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അത് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം 6 സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് മാത്രം എഴുതിയാൽ മതി, ടൈം വേസ്റ്റ് ചെയ്യരുത്.
ഇതിനകത്ത് നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇതിന്റെ ഇവർ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഇഷ്യൂസ് വരാം. ഫസ്റ്റ് വൺ, ഇവര് കറക്റ്റ് ആയിട്ട് ആണ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാൻ. അപ്പൊ അതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവർ ബ്രേക്ക് ഡൗൺ വെച്ചിട്ട് ഇവർ കറക്റ്റ് ആയിട്ടാണോ വാല്യൂസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വാല്യൂകൾ ശരിയാണോ നോക്കാം, അതായത് അതിന്റെ അക്യുറസി ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവോയ്സസും ബാക്കിയുള്ളതൊക്കെ റെഫർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് കറക്റ്റ് ആയിട്ട്, അതായത് റിസർച്ച് കോസ്റ്റ് ഒന്നും ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ലല്ലോ, ഈ ഡെവലപ്മെന്റ് കോസ്റ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് തന്നെയാണ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന്റെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം അതൊക്കെ മീറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണോ നമ്മൾ റെക്കഗ്നൈസ് ക്യാപിറ്റലൈസ് ചെയ്തേ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ റിസർച്ച് ടീമിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ കോഴ്സസിന് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാൻ പറ്റും. അതായത് എത്രത്തോളം ഇതിലേക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തിയോ, അതായത് റെഡി ടു യൂസ് ആയോ കോഴ്സസ്, ആ ഒരു എവിടെ എത്ര വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ആൻസർ റെഫർ ചെയ്യാം. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഫസ്റ്റ് വൺ പറഞ്ഞു, obtain a breakdown of R&D cost for the year and cast it and agree the total figure to the amount capitalized in the financial statement to verify the completeness of the figures. ഒരെണ്ണം കംപ്ലീറ്റ്നെസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒപ്റ്റെയിൻ ആൻഡ് കംപ്ലീറ്റ്നെസ്, ഈ പോയിന്റ്സ് ഈ വേർഡ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒപ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് R&D കോസ്റ്റ്, അതെന്തിനാ കംപ്ലീറ്റ്നെസ് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇവിടെ ആണെങ്കിലും അടുത്ത പോയിന്റിലാണെങ്കിലും എന്താ അക്യുറേറ്റ്ലി ആണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കീ വേർഡ്സ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ്നെസ് നോക്കാം. പിന്നെ സെലക്ട് എ സാമ്പിൾ ഓഫ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്ത കോസ്റ്റിന്റെ സാമ്പിൾ എടുക്കുക. എന്നിട്ട് ഇൻസ്പെക്ട്, ഞാൻ പറഞ്ഞു പേറോൾസും ഇൻവോയ്സസും ഒക്കെ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ടു വെരിഫൈ ദാറ്റ് ദ amount is accurately recorded, അതായത് the amount related to new training course being developed and the amount is not research in nature. റിസർച്ച് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യില്ല, അപ്പൊ അത് വന്ന് പെട്ടിട്ടില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത്, പിന്നെ ക്യാപിറ്റലൈസ് ചെയ്ത എന്തെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അത് അവരുടെ എക്സ്പെൻസ് ചെയ്യണം എന്ന് പറയാ. എന്നിട്ട് പിന്നെ ചെക്ക് ചെയ്യുക അവർ ഈ കറക്ഷൻസ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ക്യാപിറ്റലൈസ് ചെയ്യുമ്പം ചില ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. അപ്പം അത് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് പറഞ്ഞത് ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാം. അപ്പോൾ ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ന്യൂ കോഴ്സസ് ടു വെരിഫൈ there is a commitment and expectation that the project will be completed. അത് കംപ്ലീറ്റ് ആവുന്നുള്ളത് നമുക്ക് ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതായത് എത്ര വർക്ക് എത്ര പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും ഈ പ്രോജക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്പെക്ട് ദ വർക്ക് ഓൾറെഡി ഡൺ ഓൺ ദീസ് കോഴ്സസ്. ഓൾറെഡി എടുത്തിരിക്കുന്ന പണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വർക്ക് ഇൻ പ്രോഗ്രസ് എത്രത്തോളം ഇവർ എത്തിയിട്ടുണ്ട്, പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, എപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം. ഇത് മൂന്നെണ്ണം നോക്കി നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ലീഗൽ അഡ്വൈസറിന്റെ അടുത്ത് ഡിസ്കസ് ദ ന്യൂ കോഴ്സ് വിത്ത് ലീഗൽ അഡ്വൈസർ ഓഫ് ദ കമ്പനി ടു അസസ് ഇഫ് ദർ ഇസ് എനി ലീഗൽ ബാരിയേഴ്സ് ടു സെൽ ദ ന്യൂ കോഴ്സസ്. അതായത് ആ സെയിൽസ് നടക്കൂലേ, എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാം. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. അതായത് ഒരു പ്രോബബിൾ സെയിൽ ഉണ്ടാകുമ്പോൾ ഫ്യൂച്ചർ നമുക്കൊരു എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ പൈസ വരും എന്നുള്ളത് ഇത് വിട്ടിട്ട്. പിന്നെ ഇൻസ്പെക്ട് മാർക്കറ്റ്, ഇത് ഞാൻ പറഞ്ഞു മാർക്കറ്റ് റിസർച്ച് നോക്കുക. അതായത് ഇൻഡിക്കേറ്റിംഗ് എനി പ്രീ ഓർഡേഴ്സ് ടു ഇൻഡിക്കേറ്റ് ന്യൂ കോഴ്സസ് ആർ ലൈക്ലി ടു സെൽ. അത് വിറ്റ് പോകും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് റിസർച്ച്. അപ്പം നമുക്കറിയാം
റെഡി ടു യൂസ് ആയിരിക്കണം, എക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം, റെഡിലി അവൈലബിൾ ഫോർ യൂസ് ആയിരിക്കണം, വിറ്റ് പോകണം. ഇതൊക്കെയാണ് ക്രൈറ്റീരിയാസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും, ആ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര മാർക്കിനായിരുന്നു ചോദിച്ചത്? 6 മാർക്സിനായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ ജസ്റ്റ് 6 പോയിന്റ്സ് എഴുതിയാൽ മതി. 10 പോയിന്റ് ഒന്നും എഴുതി വെക്കരുത്, അങ്ങനെ സമയം കളയരുത്. അപ്പം അങ്ങനെ പിന്നെ അടുത്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ABCD ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സെറ്റ് കഴിയുക. നമുക്കറിയാം ഡബിൾ എ ആയതുകൊണ്ട് 70 മാർക്സിന് ഇങ്ങനെ എഴുതാനുള്ള ഇതാണ്. അപ്പം നിങ്ങളിപ്പം ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനും പിന്നെ ഈ 4 മാർക്കിന്റെ ചോദ്യത്തിനൊക്കെ നിങ്ങളൊരു 10-20 മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്, ആ എസ്പെഷ്യലി ഡബിൾ എ പോലത്തെ ഒരു പേപ്പറിന് നിങ്ങൾ 20 മിനിറ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടം കൊണ്ടേ കഴിഞ്ഞു. അതായത് ബാക്കിയുള്ള പേപ്പേഴ്സിന് പാസ് പെർസെൻറ്റേജ് പിന്നെയും കുറച്ചും കൂടി ഡബിൾ എക്കാട്ടിലും ഉള്ളതിന്റെ റീസൺ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് അറിയാൻ വയ്യാത്തതായിരിക്കില്ല. കാരണം ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ്. ബട്ട് ടൈം ആണ് മിക്ക സ്റ്റുഡൻസിനും ഇഷ്യൂസ് വരുന്നത്. അപ്പൊ ടൈം കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേപ്പർ സുഖമായിട്ട് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 1 മിനിറ്റ് കൂടുതലോ കുറവോ കൊടുക്കരുത്. കാരണം വേറെ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾ സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്ത് ഇതാക്കി എഴുതേണ്ടത്. അവിടെ നിങ്ങൾ വിചാരിച്ച സമയം ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു വെച്ച് എഴുതാൻ പറ്റണമെന്നാണ്. അപ്പം കുറച്ച് എക്സ്ട്രാ സമയം അവിടെ സ്പെൻഡ് ആവും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബാക്കി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന് സ്പെയർ ചെയ്യാൻ ടൈമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ നോക്കാം. നമുക്ക് എന്താ റിക്വയർഡ് ആയിട്ടുള്ളത്? ഡിസ്ക്രൈബ് 2 corporate governance deficiency in Gomez-Co's plan and provide a recommendation to address each deficiency to ensure compliance with corporate governance principles. ഓക്കെ, ഇതിനകത്ത് 2 ഡെഫിഷ്യൻസിയാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ആ 2 റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം 1 മാർക്ക് ഈച്ച്, 2 റെക്കമെൻഡേഷൻസ്, 2 ഡെഫിഷ്യൻസീസ്, 4 മാർക്ക് കിട്ടി. അതുകൊണ്ട് 4 ഡെഫിഷ്യൻസീസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, നമുക്ക് സിനാരിയോ വായിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്. The director of Gomez-Co wants to improve their corporate governance, and the current board comprises of 4 executive directors, one of whom acts as a chief executive officer, CEO ആയിട്ട് ആക്ട് ചെയ്യുന്നത്, and another as finance director. Plan are in place to appoint a new company chairman from outside the company, and the CEO's brother, who has several years of experience in an online learning, has been suggested for this role. അവിടെ തന്നെ എന്തൊരു പ്രശ്നമില്ലേ? അതായത് സിഇഒന്റെ ബ്രദറിനെയാണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു റെഡ് ഫ്ലാഗ് ആണ്, അവിടെ തന്നെ ഒരു പ്രശ്നം വന്നു. പിന്നെ അടുത്തത് 3 independent non-executive directors NEDs will also be appointed using an executive research company to find suitable candidates. Then these 3 NEDs together with the finance director will create an audit committee. The chairman is also expected to deal with all the communication with external shareholders once the listing has taken place. ഈ ഫുൾ പാരഗ്രാഫിൽ സീന അല്ലേ? ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ബ്രദറിനാണ് അപ്പോയിന്റ് ചെയ്തത്. ഇതിങ്ങനെ വരുമ്പോൾ കുറച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ചായിട്ട് ഹൈലൈറ്റ് ചെയ്ത് മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്തപ്പോൾ കണ്ണടിച്ച് പോകുന്ന പോലെ. അപ്പം NEDs ഉണ്ട്, അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വൺ പറയുന്നൊരു ഇഷ്യൂ ഉണ്ട്.
3 NEDs അപ്പോയിന്റ് ചെയ്യും എന്നാണ്. അതെന്താ ഇഷ്യൂ? 3 പേരെ അപ്പോയിന്റ് ചെയ്തോട്ടെ, ഇതിനിപ്പോ എന്താന്നാണ് അവിടെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ 4 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് ആൻഡ് 3 NEDs ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇവരെ സുഖമായിട്ട് അവർക്ക് വോട്ട് ചെയ്ത് ഇതാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ NEDs അപ്പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും മോർ ദാൻ 50% ആയിരിക്കണം അവരുടെ കൗണ്ട്. അടുത്തത് എന്താ പറയുന്നത്, പിന്നെ ഈ 3 NEDs ഫൈനാൻസ് ഡയറക്ടറും ആയിരിക്കും ഓഡിറ്റ് കമ്മിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഓഡിറ്റ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി അവര് വർക്ക് ഓഡിറ്റ് ചെക്ക് ചെയ്യണം, അതായത് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ മര്യാദയ്ക്കാണോ എന്ന്. അപ്പം അവിടെ എന്ത് പറ്റും, ഫൈനാൻസ് ഡയറക്ടർ ആ കമ്മിറ്റിയുടെ പാർട്ടാണെങ്കിൽ അവിടെ എന്ത് ഇഷ്യൂ വരുന്നെന്ന് വെച്ചാൽ അവിടെ ഒരു സെൽഫ് റിവ്യൂ ത്രെട്ട് വരും. അതായത് അയാൾ പണിയെടുത്തിട്ട് അയാൾ തന്നെ അത് റിവ്യൂ ചെയ്യുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് അവിടെ വരാം. അത് പറ്റത്തില്ല. പിന്നെ അടുത്തൊരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുക്ക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അത് ചെയർമാൻ ആണ് എക്സ്പെക്റ്റഡ് ടു ഡീൽ വിത്ത് ഓൾ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സ് വൺസ് ലിസ്റ്റിംഗ് ഹാസ് ടേക്കൺ പ്ലേസ്. അതായത് ചെയർമാൻ ആയിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡീൽ ചെയ്യുക. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഒന്നുമില്ലേ. ആ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യരുത്, അപ്പോൾ അവിടെ ഇഷ്യൂസ് വരും. നമുക്കിതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഞാൻ പറഞ്ഞു അതിനകത്ത് നമുക്ക് 2 ഡെഫിഷ്യൻസീസും അതിന്റെ റെക്കമെൻഡേഷനും മതി. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു 4 കണ്ടോ, 4-5 കണ്ട് ഹൈലൈറ്റ് ചെയ്തില്ലേ. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വൃത്തിക്ക് എഴുതാൻ പറ്റുന്ന 2 ഏതാന്ന് നോക്കുക, സെലക്ട് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ, CEO's brother. CEO's brother is not suitable candidate to chair the board because there is a risk the family relationship causes the brother to support the CEO rather than providing effective challenges, reducing the ability of other board members to hold on the CEO to account and allowing the CEO to make decisions that are in his own interest rather than those of the shareholders. സെൽഫ് ഇൻട്രസ്റ്റ് അവിടെ വരാം. അതായത് സിഇഒന്റെ ബ്രദർ ആകുമ്പോൾ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പുള്ളി അവിടെ എന്ത് കാണിച്ചാലും ഇയാൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരാളല്ലല്ലോ അവിടെ വേണ്ടത്. നമുക്ക് എന്ത് റെക്കമെൻഡേഷൻ സജസ്റ്റ് ചെയ്യാം, അവിടെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനെ വേണം അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഏജൻസി വഴി കറക്റ്റായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള, റെലവെന്റ് നോളജ് ഉള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ആളെ വേണം അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ ബോർഡായിട്ട് വേറെ ഒരു ലിങ്ക്സും ഇല്ലാത്ത ഒരാളെ വേണം അപ്പോയിന്റ് ചെയ്യാൻ. അടുത്തത് എന്താ, ഇപ്പോൾ ഫൈനാൻസ് ഡയറക്ടർ ഇസ് എ പാർട്ട് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, അവിടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് വരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ദ ഓഡിറ്റ് കമ്മിറ്റിയുടെ റോൾ എന്താ, include overseeing the financial reporting process and financial statements, meaning the finance director might ignore known problems to avoid criticism of his own performance, and the finance director might also use his position on the committee to try to ensure a friendly audit firm is recommended to the shareholder to try to ensure his accounting decisions are not challenged. നിങ്ങൾ തന്നെ വർക്ക് നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ വെക്കില്ല. അത് തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അത് തന്നെ ഇവിടെ സംഭവിക്കും. അപ്പൊ എന്താ ചെയ്യുക, ആ ആളെ ആ ഓഡിറ്റ് ടീം ആ കമ്മിറ്റിയിൽ ഒരു പാർട്ടായിരിക്കരുത്. അപ്പൊ എന്ത് പറ്റും, അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് കംപ്രൈസസ് ഓഫ് ഓൺലി ഇൻഡിപെൻഡന്റ് NEDs, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമേ അലോ ചെയ്യാവുള്ളൂ ഓഡിറ്റ് കമ്മിറ്റിയിൽ. പിന്നെ ഫൈനാൻസ് ഡയറക്ടേഴ്സ് ഒക്കേഷണലി അറ്റൻഡ് ചെയ്യാം, ബട്ട് അതായത് ടു ബി ക്വസ്റ്റ്യൻഡ് ബട്ട് ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി. പിന്നെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ NEDs appointed should have recent accounting experience to ensure the removal of finance directors expertise from the companies is replaced. അതായത് ഇൻഡിപെൻഡന്റ് NEDs അപ്പോയിന്റ് ചെയ്യുമ്പം മറ്റേത് ഫൈനാൻസ് ഡയറക്ടറിനെയാണോ മാറ്റിയത്, അപ്പം ആൾക്ക് ഇതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ട്. അപ്പം നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തണം അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഉണ്ട്. അതായത് ആ ഫൈനാൻസ് ഡയറക്ടറിനെ റിമൂവ് ചെയ്തതിന്റെ അത് ആ എക്സ്പെർട്ടീസ് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത് ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ് ആണ്, ഇപ്പം ചെയർമാൻ ആണ് ഇസ് ദ ഓൺലി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ് ക്വയറീസ്.
there is a risk that the shareholders cannot hold the board to account. അതായത് ഒരാൾ മാത്രം കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഫുൾ ബോർഡിന്റെ അക്കൗണ്ടബിലിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇഫ് ദ ചെയർമാൻ ഇസ് ഓഫ് സിക്ക് or on a holiday, and if the shareholders want to address a concern with the performance of the chairman, they have no means to effectively raise their issues. ചെയർമാന്റെ എന്തെങ്കിലും ഇത് പറയുകയാണെങ്കിൽ പുള്ളിനോട് തന്നെ പറയുമോ? അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നു. അപ്പൊ എന്ത് പറ്റും? ദ കമ്പനി ഷുഡ് ക്രിയേറ്റ് ആൻ ഇൻവെസ്റ്റർ റിലേഷൻ പ്രോസസ് വെയർ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റേസ് ദർ കൺസേൺ ഓർ ആസ്ക് ക്വസ്റ്റ്യൻസ്. അതായത് ഈ പ്രോസസ്സിൽ എല്ലാ ഡയറക്ടേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എല്ലാവരെയും അവെയർ ആക്കണം, എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവിടെ ഉള്ളത്, എന്തൊക്കെ കൺസേൺസ് ആണുള്ളത് എന്നുള്ളത്. അതും ടൈംലി ബേസിസിൽ റെസ്പോൺസും കിട്ടണം ഷെയർ ഹോൾഡേഴ്സ്. ആ രീതിയിൽ ഒരു പ്രോപ്പർ ചാനൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് മറ്റേ ബോർഡിന്റെ, അതായത് കറണ്ട് ബോർഡ് ഹാസ് 4 executive. So the plan to hire 3 independent NEDs does not create enough effective challenge as the executive can outvote the NEDs. അതായത് നമ്മൾ വോട്ടിംഗ് എടുക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് 4 പേര് ഇപ്പുറത്ത് 3 പേര് ആകുമ്പോഴത്തേക്കും അതൊരു ഫെയർ ചാൻസേ അവിടെ ഇല്ലല്ലോ. അപ്പോൾ കമ്പനി ഷുഡ് ഹയർ എ മിനിമം ഓഫ് 4 ഇൻഡിപെൻഡന്റ് NEDs. അതായത് അറ്റ്ലീസ്റ്റ് 50% അത് ഈക്വൽ വോട്ട് കിട്ടുന്ന രീതിയിലെങ്കിലും ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് ഇഗ്നോറിംഗ് ദ ചെയർമാൻ. അപ്പം ഇതാണ് നമ്മൾ എത്ര പോയിന്റ്സ് പറഞ്ഞു? 1 2 3 4 ഉണ്ടല്ലേ, 4 പോയിന്റ്സ് പറഞ്ഞു. 4 പോയിന്റ്സ് വേണോ? വേണ്ട, 2 പോയിന്റ്സ് മതി. ആൻഡ് ആ 2 പോയിന്റ്സ് എഴുതുക, ആൻഡ് അതിന്റെ എന്താണ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അഡ്രസ് ചെയ്ത് എഴുതാം. അപ്പം എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പം സെക്ഷൻ ബി തൊട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ടെൻഷൻ ഉണ്ടാവും എക്സാമിന്റെ സമയത്ത്. എന്താണെങ്കിലും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ റിക്വയർഡ് ആദ്യം വായിക്കാം, എന്നിട്ട് ബാക്കി സിനാരിയോ പോവുക. ആൻഡ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി, നിങ്ങൾക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയോ ഹൈലൈറ്റ് ചെയ്തിട്ടോ, കുഴപ്പമില്ല. കാരണം പിന്നീട് ഇത്രയും വലിയ സിനാരിയോ തരുമ്പോൾ ഫുൾ അതിരുന്ന് വായിക്കാൻ നിൽക്കരുത്, അതിനുള്ള ടൈം നിങ്ങൾക്കില്ല. അപ്പം എന്ത് ചെറുതായിട്ട് തോന്നിയാലും ചെറിയ രീതിയിൽ, ഇപ്പം ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആണ്, ജസ്റ്റ് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടോ. വേണമെങ്കിൽ കളർഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തോ, കുറെ കളറുണ്ട്, ഒരു വിഷയമില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്തിടുക. കാരണം പിന്നെ ഫുൾ സിനാരിയോ വായിക്കാനുള്ള സമയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, അതെപ്പോഴും ഫോക്കസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇത് AA മാത്രമല്ല എല്ലാ പേപ്പേഴ്സിനും നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ നോക്കാം. ഓക്കെ.